സമാധാനത്തോടെ സ്വാമിയെ കണ്ട് തൊഴുതിറങ്ങി. 18 പടിയും തൊട്ട് സ്വാമിയെ കണ്ട് തൊഴാൻ പറ്റി. കുറേ നേരം നിന്ന് സ്വാമിയെ കണ്ട് മനസമാധാനത്തോടെ പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങാൻ പറ്റി. ഒരു തിക്കും തിരക്കും ഉണ്ടായിരുന്നില്ല. ആൾക്കാരുടെ കൂട്ടം നന്നായിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരെ മെല്ലെ തിക്കും തിരക്കും ഉണ്ടാക്കാണ്ട് നമ്മുടെ ലൈനിൽ നമ്മൾ നിന്ന് പോയി എന്ന് പറഞ്ഞാൽ സ്വാമിയെ നമ്മൾക്ക് ഇഷ്ടമുള്ളത്ര നേരം കണ്ടിട്ട് മെല്ലെ വരാൻ പറ്റും. അപ്പൊ അങ്ങനെയൊക്കെയാണ്. അപ്പൊ സ്വാമിയെ കണ്ട് എന്തായാലും സന്തോഷത്തോടെ തൊട്ട് തൊഴുത് ഇറങ്ങിയിട്ടുണ്ട്. ദർശനമൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. തൊഴുത് എല്ലാം കഴിഞ്ഞു. ഇപ്പൊ ചായ കുടിക്കാൻ വന്നിരിക്കാം. അപ്പൊ ചായ അവരെല്ലാരും ഇവിടെ കയറി ചായ കുടിക്കാൻ പോയത്. കൊത്തുപൊറോട്ട എവിടെയാ? ഇടിമുടി കെട്ടിക്കൊണ്ടുവന്ന തേങ്ങയാണ്. അപ്പൊ അത് ഉടച്ചു നോക്കാൻ പോവാ. അപ്പൊ ഇത് ഇത്രയും ഓരോരുത്തർ കൊണ്ടുവന്ന തേങ്ങയാണ്. അപ്പൊ ഇത് ഫുള്ളായിട്ട് ഉടക്കിട്ട് എന്താ നെയ്യായിട്ട് അങ്ങനെ എന്തോ ചെയ്യുന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് കാണിക്കാം. അടുത്തത് അപ്പൊ നേരത്തെ ഉടച്ച നാളികേരൊക്കെ കണ്ടില്ലായിരുന്നു. ഇനി ഈ നാളികേരൊക്കെ കൊണ്ടുപോയിട്ട് ആഴിയിലിടും. ആഴിയിലിട്ടിട്ട് വലിയ തീറ്റന്നിട്ട് വലിയ തീറ്റ. ഇവിടെ പോകണമെന്നുണ്ടെങ്കിൽ അതിന്റെ വീഡിയോ കാണിച്ചു തരുന്നുണ്ട്. അതൊന്നും പൊക്കങ്ങള് അരക്കപ്പുണ്ടാവുള്ളൂ. ഇല്ലേ ഇല്ലേ ഒന്നൊരു പോങ്ങ. ഇതാണ് ഭസ്മക്കുളം. ഇതിലാണ് ഞാൻ നേരത്തെ കുളിച്ചത്. ഇതിന് ഭസ്മക്കുളം എന്തിനാ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇവിടെ മൊത്തം ഭസ്മാണ്. അത്ര ആണോ? അതുകൊണ്ടാണ് ഭസ്മക്കുളം എന്ന് പറയുന്നത്. ഗൈസ്, നമ്മൾ അന്നദാനം കഴിക്കാനായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ക്യൂവിൽ നടന്നുകൊണ്ടിരിക്കുക. ക്യൂ ഒക്കെ നല്ല സ്പീഡിൽ പടപടയെന്നാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റ് ഉടനെ ഫുഡ് കഴിക്കാനുള്ള ആ ലൈനിലാണ്. ഇതുണ്ട, ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നതായിരുന്നു. അപ്പൊ എനിക്ക് കിട്ടിയ ടോക്കൺ കണ്ട 4,71,309. തീർച്ചയായിട്ടും 4,71,310. ഇത്രയാണ് 4,71,310. ഇതെന്താ വെച്ചാൽ ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട് എന്നുള്ള ടോക്കണിന്റെ കണക്കാണ്. പക്ഷെ അപ്പുറത്തൊക്കെ കുറെ പേര് ഇനിയും വന്നിട്ടുണ്ട്. നിറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്. അതിന് 4,71,309 ടോക്കൺ എനിക്കാണ്. ഇത്രയും ആൾക്കാർ ഇവിടെ അന്നദാനം കഴിക്കാനായിട്ട് വരുന്നത്. അടിപൊളിയല്ല? ശബരിമലയിലെ കഞ്ഞി കഴിച്ചു. പരിപ്പ് കറിയും ചമ്മന്തി അല്ലല്ലോ ഇത്, അച്ചാറും ഉപ്പ് എല്ലാം കൂടി മിക്സായി. എന്നൊക്കെ ഒരു പൊടി. അപ്പൊ ഞാൻ ഒരു പൊടി പിടിച്ചിട്ട് വരാം. ശരി എന്നാ. 2 hours later. നെയ്യ് നിറച്ച് കൊണ്ടുവന്ന തേങ്ങ ഉടച്ച് എൻ്റെ നെയ്യ് സെപ്പറേറ്റ് ആയിട്ട് എടുത്തതിന് ശേഷം ആ തേങ്ങ നമ്മൾ ആഴിയിലോട്ട് എറിയുകയാണ്. കൊണ്ടുവന്ന ഫുള്ള് തേങ്ങ. അപ്പൊ ആ തേങ്ങ ഫുള്ള് നമ്മള് ആഴിയിലോട്ട് എറിയുകയാണ്.
ഗായ്സ് അങ്ങനെ സമയം 6 മണി. ഞങ്ങള് ശബരിമലയിൽ നമ്മള് എല്ലാം റെഡിയാക്കി ഇപ്പൊ ഇറങ്ങാൻ പോവാണ്. എല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ഒരു 18-ാം പടിയിൽ ഒരു തേങ്ങ ഉടയ്ക്കുക, ശബരിമല ഇറങ്ങി നേരെ പമ്പിലേക്ക് പോകും. അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞു. തിരിച്ച് പമ്പയിലോട്ട് പോകുന്ന വഴിയാണ്. കുട്ടേട്ടൻ, സുരേട്ടൻ, ചേട്ടൻ. അപ്പൊ നമ്മളെല്ലാരും തിരിച്ചു പോവാണ്. നീ നേരെ പമ്പയിൽ പോവുക, അവിടെ കുളിക്കുക, കുളിച്ചിട്ട് അവിടുന്ന് നേരെ ഫുഡ് കഴിക്കുക, എന്നിട്ട് വീട്ടിലോട്ട്. ഓക്കെ, അപ്പൊ ശരി. ഇനി പമ്പയിൽ പോയിട്ട് കാണാം. അല്ല പാല് നീക്കി എന്തുല്ലേ അയ്യോ സീൻ വരും. എന്താ സെറ്റപ്പില്ല ഈ സാധനങ്ങളൊക്കെ ഇങ്ങനെ ട്രാക്ടറിലിട്ട് നടക്കുന്നു. എന്തായാലും സെറ്റപ്പ്. ട്രാക്ടർ വഴിയാണ് സാധനങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്. നല്ല കോടല്ലേ, അടിപൊളിയല്ലേ, നല്ല അടിപൊളി കോട. അപ്പൊ നമ്മള് പമ്പയിലെത്തിയായിരുന്നു. പമ്പയിലെത്തി കുളിച്ച് ഷർട്ടൊക്കെ ഇട്ട് റെഡിയായി നേരെ ബസ് കയറി നീലക്കല്ല് പോയിട്ട്, നമ്മുടെ ബസ് കിടക്കുന്നത് നീലക്കല്ലാണ്. ഇപ്പൊ പമ്പയിൽ നമ്മള് ബസ് പിടിച്ച് നീലക്കല്ല് പോയിട്ട് എന്നിട്ട് അവിടുന്ന് നമ്മുടെ ബസ്സിൽ വീട്ടിലോട്ട് പോകും. അപ്പൊ ഇവിടെ പമ്പയില് നമ്മള് ഒന്ന് കുളിച്ച് ഇപ്പൊ ഇറങ്ങുന്നേ ഉള്ളു. അപ്പൊ സേഫായിരുന്നു. എന്നാൽ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. അപ്പൊ ശരിയല്ല. ഇതാണ് നമ്മുടെ ബസ്. അപ്പൊ നമ്മുടെ ബസ്സിന്റെ ബാക്കില് ഫ്രീ ആയിട്ട് നമ്മൾ പ്രൊമോഷൻ നടത്തി. അഡ്വർടൈസ്മെന്റ് യൂട്യൂബ് ചാനൽ കുട്ടി വ്ളോഗ്സ്. സോ ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, സെറ്റ്.